നമസ്കാരം ഡാകൃഷ്ണയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡാവിഞ്ചി റിസോൾവിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ബ്ലർ ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ 3 മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാജിക് മാസ്ക് യൂസ് ചെയ്ത് അതിൽ കുറച്ച് ഫിൽറ്റേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് അക്യുറേറ്റ് ആയിട്ടൊരു ഡെപ്ത് മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലറാക്കാണ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് മാപ്പ് ഡാവിഞ്ചി തരുന്ന തന്നെ ഡിഫ്യൂഷൻ്റെ അകത്ത് അത് ആഡ് ചെയ്തിട്ടുള്ളതാണ്. മൂന്നാമത്തെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാസ്ക് വരച്ച ശേഷം അതിനെ ട്രാക്ക് ചെയ്യുന്നൊരു മോഡലാണ്. അപ്പോൾ ഇങ്ങനെ 3 മോഡിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു ലേഡിയാണ് സബ്ജക്റ്റ്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ഈ ആകാശം, ഈ ക്ലൗഡ്, ഹില്ല്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ്, ഹിൽസൊക്കെ. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊന്ന് ബ്ലറാക്കിക്കൊണ്ട് ഈ ഒരു സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ലെൻസ് ബ്ലർ ക്യാമറ ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തും ചെയ്യാം അല്ലേ. അതിന് 2-3 മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തേക്കുന്ന ഒരു മെത്തേഡ് കാണിച്ചു തരാം. കണ്ടോ, ഇത് തന്നെ ഞാൻ 3 മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ അല്ലേ. ഇത്രയും ബ്ലർ ചെയ്യുക. ഇതേപോലെ ബ്ലർ കൂട്ടിയും കുറച്ചൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലിപ്പിനെ നേരെ ആദ്യം ഫ്യൂഷൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാം. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒട്ടും കൺഫ്യൂഷൻ ആവേണ്ട, നമ്മൾ വളരെ ഈസി ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് കൊടുത്തിട്ട് Shift 5 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂഷനിലേക്ക് വരും. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഫ്യൂഷൻ ടാപ്പ് ക്ലിക്ക് ചെയ്തും കൂടി കയറിയാലും മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്യൂഷനെ പറ്റിയും നോഡിനെ പറ്റി തീരെ അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ഇത് ഇൻപുട്ടാണ്, അതായത് നമ്മുടെ വീഡിയോ ആണ്. ഇത് എല്ലാ എഡിറ്റിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് എഫക്ട്സ് ഒക്കെ കഴിഞ്ഞ് കിട്ടുന്ന ഔട്ടാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വലിച്ചിട്ട് ഇവിടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. ഇവിടേക്ക് വലിച്ചിട്ട് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനി ഇവിടെ 1 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെയും ചെയ്യാൻ പറ്റും. 2 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2ൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേ. ഇത് നമുക്ക് 2ലും ഇത് 1ലും നമുക്ക് തൽക്കാലം ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2-3 മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് മാസ്ക് എന്ന് പറഞ്ഞൊരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് ഫിൽറ്റേഴ്സും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലർ ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ അതിന് നമുക്ക് ഡാവിഞ്ചി റിസോൾവ് പോരാ, ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ വേർഷൻ വേണം. സ്റ്റുഡിയോ വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു മെത്തേഡ് കാണിച്ചു തരാം. പിന്നെ സ്റ്റുഡിയോ വേർഷനില്ല, സാധാ വേർഷനാണ് യൂസ് ചെയ്യുന്നവർക്കുള്ള അടുത്ത മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ റെസൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ അപ്പോൾ നമുക്കിവിടെ 1080 1080 എന്നുള്ള ഫുൾ എച്ച് ഡി എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ റെസൊല്യൂഷൻ വലിയ മാറ്റം വരുത്തണ്ട. ഇനി അഥവാ നമ്മൾ ഇവിടെ വേറെ ഏതെങ്കിലും റെസൊല്യൂഷനാണ് കൊടുക്കുന്നതെങ്കിൽ ഈ മീഡിയ ഇന്നിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് സ്പേസ്, വിൻഡോസിൽ നമ്മൾ കൺട്രോൾ സ്പേസ് ആയിരിക്കും. ആദ്യം തന്നെ റീസൈസ് എന്നുള്ള ഒരു നോഡിനെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ 1080 1080 ഉള്ള റെസൊല്യൂഷനിലേക്ക് കൊണ്ടുവന്നിട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇനി ആഡ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട് കൃത്യമായിട്ട് കിട്ടില്ല, അതിൻ്റെ അകത്ത് ഫോൾട്ട് വരും. ഇനി ഞാനിവിടെ ഈ ഗ്രാഫിൻ്റെ അകത്ത് എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത ശേഷം കണ്ടോ ഈ ഒരു സ്ക്വയർ ഇല്ലാന്നൊരു പോലെ തന്നെ റെഡ് സ്ക്വയർ കണ്ടോ, പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ പോയിക്കോളും. എന്നിട്ട് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. ഇവിടേക്ക് നമുക്കൊരു മാജിക് മാസ്കിൻ്റെ ടൂള്, അതായത് ഒരു നോഡ് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. എന്നിട്ട് ഈ റീസൈസിൻ്റെ ഈ ഒരു കണക്ടറിൻ്റെ അകത്തുനിന്ന് ഇവിടുന്ന് നേരെ കണക്ഷൻ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ആ കണക്ടറിൻ്റെ അകത്ത് തന്നെ ഇവിടുന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഈ ഒരു മഞ്ഞയിലേക്ക് കണക്ട് ചെയ്യുക. കൺഫേം ആയിട്ട് ആ ഒരു മഞ്ഞയിലേക്കാണ് കണക്ട് ചെയ്യാമെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ മാജിക് മാസ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ പോർട്ടിലേക്ക്, അതായത് വ്യൂവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കളർ പിക്കർ പോലത്തെ സംഭവം കാണാൻ പറ്റും. മൗസിൻ്റെ ഐക്കൺ മാറി ഇങ്ങനെ ആവും അല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ ഈ ലേഡീനെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട സബ്ജക്റ്റിനെ മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മാസ്കിങ് വന്നു. പക്ഷേ വേറെ മാറ്റങ്ങളൊന്നും ഇവിടെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടറിയോ, ഒന്ന് നമ്മൾ ഔട്ടാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ മാസ്ക് നല്ല ഔട്ട് എടുത്തത്, നേരെ നമുക്കൊരു ഔട്ട് വരുന്നുണ്ടല്ലേ. പിന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാസ്കിൻ്റെ എഫക്റ്റ് വന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ മാസ്കിനെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. അതേ കൂട്ടത്തിൽ ഇവിടെ കുറച്ച് പോകാത്ത ഭാഗങ്ങളുണ്ട് അല്ലേ തലയുടെ. അപ്പോൾ എന്ത് ചെയ്യണം, നേരെ സബ്സ്ട്രാക്ട് എന്ന ഓപ്ഷനിൽ വരണം. ഇവിടെയാണ് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് കേട്ടോ. ഇൻസ്പെക്ടറിൻ്റെ അകത്ത് സബ്സ്ട്രാക്റ്റിൽ വരിക. എന്നിട്ട് ആ ഒരു റിമൂവ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഓക്കെ അവിടുന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇത്തിരി വേണമെങ്കിൽ കറക്റ്റായിട്ട് നോക്കി ചെയ്യുക കേട്ടോ, ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കയറി പോകട്ടോ ശരീരത്തിലേക്ക് ഈ സംഭവങ്ങൾ. ഓക്കെ അല്ലേ. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കട്ടിങ് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് മിസ്സിങ് ഉണ്ട് അല്ലേ, അവിടെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് കൊടുത്തിട്ട് ഇവിടുന്ന് ഇത്തിരി കൂടെ വലിച്ചു കൊടുത്താൽ കണ്ടോ ആ ഗ്ലാസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടി. പിന്നെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ കുറച്ച് കട്ടിങ് വന്ന് അവിടെയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ ഇത്തിരി റിമൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ വീണ്ടും സബ്സ്ട്രാക്റ്റിനെ എടുക്കുക, ഈ ഗ്യാപ്പ് ഒന്ന് ഒഴിവാക്കുക. പക്ഷെ അവിടെ വല്ലാണ്ട് പോകുന്നുണ്ട്, വൃത്തിയിടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടു വരിക, ഇവിടെ അങ്ങനെ ശ്രദ്ധിക്കില്ല എന്ന് കരുതുക. അത്രയും ചെറിയ ഗ്യാപ്പ് അല്ലേ, അത് കണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഫിറ്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ, ഇപ്പോൾ നമുക്ക് ഔട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ മാത്രമാണ് ഈ ഒരു സംഭവം കിട്ടിയത് കേട്ടോ. മുന്നോട്ടേക്ക് മാറ്റി നോക്കിയാൽ അറിയാം, അടുത്തൊരു ഫ്രെയിമിലൊന്നും നമുക്ക് മാസ്കിങ് ആഡ് ആയിട്ടില്ല. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫസ്റ്റ് ഫ്രെയിമിൽ, അതായത് ഒന്നാമത്തെ ഫ്രെയിമിൽ നമ്മൾ വെച്ചിട്ടാണല്ലോ വരച്ചത്, ആ ബാക്ക്ഗ്രൗണ്ട് കട്ടായ ആ ഫ്രെയിമിൽ വെച്ച ശേഷം അവിടുന്ന് മാറ്റരുത് കേട്ടോ. നേരെ ഈ ഒരു ഇൻസ്പെക്ടറിൽ വരിക, ഇവിടെ ഫാസ്റ്റർ എന്നായിരിക്കും അത് ബെറ്ററിലേക്ക് കൊടുക്കുക. ബെറ്ററിലിട്ടാൽ നമുക്ക് ആദ്യം വേണമെങ്കിൽ ഫാസ്റ്ററിലിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കാൽക്കുലേറ്റർ കിട്ടിയില്ലെങ്കിൽ ബെറ്ററിലേക്ക് മാറ്റിയാൽ മതി. ബെറ്ററിലേക്ക് ഇടുക, എന്ത് ചെയ്യുക, ഈ ബാക്ക്വേഡ് ഫോർവേഡ് ഒന്ന് ട്രാക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെഡ് ഹെഡർ മൂവ് ആകുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇത് ട്രാക്കിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രാക്കിംഗ് കംപ്ലീറ്റ് ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്ന് ബാക്കോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കിയാൽ കണ്ടോ എല്ലാ ഭാഗവും. അപ്പോൾ ഈ മാജിക് മാസ്ക് ഇവിടേക്ക് ആഡ് ചെയ്ത് വെക്കണേ, ഇല്ലെങ്കിൽ കീബോർഡിൽ എങ്കിലും പ്രസ് ചെയ്ത് വെച്ചാലേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടോ എല്ലാ ഫ്രെയിമിലും നമുക്ക് കൃത്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ ഒരു ഡെപ്ത് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നോഡ് കാണാൻ പറ്റും അല്ലേ? ഫസ്റ്റായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് നോഡിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് വെക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ മാസ്കിൻ്റെ അകത്ത് ഒരു കണക്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു മാസ്കിംഗ് പോർട്ട്, അതായത് എക്സ്ട്രാ എഫക്റ്റുകൾ കണക്ട് ചെയ്യേണ്ട ഈ ബ്ലൂ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഈ നെറ്റ് പോർട്ട് ഉണ്ടാവും, ബ്ലൂ ഉള്ള ഒരു പോർട്ടേ കാണാൻ പറ്റുള്ളൂ, എന്നാലും പറയാണ്. ഇത് ഇവനെ വലിച്ച് സ്ക്രീൻ വണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഈ ലേഡീനെ കറുപ്പ് കളറായിട്ട് കാണാൻ പറ്റും, ആൽഫ ചാനലായിട്ട് കാണാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിനോട് കൂടെ ഇവിടേക്ക് ആഡ് ചെയ്യണം, താഴേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ സെറ്റിങ്സിൽ അത് വന്നിട്ട്, അത് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നിട്ട് സോളിഡ് കളർ മാറ്റിയിട്ട് ഗ്രേഡിയൻ്റ് ആക്കുക. ഓക്കെ അല്ലേ? ഇപ്പോൾ ഗ്രേഡിയൻ്റ് ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണല്ലേ ഉള്ളത്, നമുക്കൊരു കുത്തനായിട്ട് കൊണ്ടുവരണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റാർട്ടിൻ്റെ അകത്ത് വൈ പൊസിഷൻ ഇങ്ങനെ കൊണ്ടുവരാം. അതുപോലെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാം. കണ്ടോ മാറി വരുന്ന ഈ എൻ്റെ പൊസിഷനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ പൊസിഷൻ മാറും. വേണമെങ്കിൽ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ എടുത്ത് വെക്കാനും പറ്റും കേട്ടോ. നമുക്ക് ഈ രണ്ട് രീതിയിൽ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് ലാസ്റ്റാണ് മനസ്സിലാവുക. ഓക്കെ, ഈ ലേഡിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇവിടുന്ന് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടുത്തുനിന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ച് രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മെർജ് കിട്ടും, പുതിയൊരു മെർജ് അപ്പിയർ ആവും. മെർജ് കിട്ടും അല്ലേ? ഇനി പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. ഇവിടെ നമുക്കൊരു ബിറ്റ് മാപ്പ് ആഡ് ചെയ്യാം. ബിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബിറ്റ് മാപ്പ് കിട്ടും കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിനെ ആഡ് ചെയ്ത ശേഷം അവിടേക്ക് ഒരു പൈപ്പ് ലൈൻ ഈ മെർജിൽ നിന്ന് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ബിറ്റ് മാപ്പ്. അപ്പോൾ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാനുള്ളൊരു ടൂളും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അതിനെന്ത് ചെയ്യുക, അവിടെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് സ്പേസ് ലെൻസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലെൻസിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ലെൻസ് ബ്ലർ എന്ന് കാണാൻ പറ്റും. ലെൻസ് ബ്ലറിന് സെർച്ച് ചെയ്താലും മതി കേട്ടോ. അതിനെ ആഡ് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച ശേഷം ഇവിടേക്ക് കണക്ട് ചെയ്യുക. കണ്ടോ ഇവിടെ കണക്ട് ചെയ്ത ശേഷം ഷിഫ്റ്റ് റിമൂവ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായ. ഇനി നമുക്ക് ഈ ലേഡീനെ മാത്രം ബ്ലറായി ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാൻ വേണ്ടിയിട്ട് ഈ ബിറ്റ് മാപ്പ് എന്നൊരു കണക്ഷൻ എടുക്കുക, ഇവിടേക്ക് കണക്ട് ചെയ്യുക. ഇപ്പം മൊത്തത്തിൽ ബ്ലറാണല്ലേ ഉണ്ടായത്. എന്തുകൊണ്ടാണെന്നറിയോ, നമ്മുടെ മെയിൻ വീഡിയോ ഇതിലിങ്ങനെ നേരെ ഔട്ടിലേക്ക് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഏരിയ ആണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതിൽ ലേഡിയും കൂടി ഉൾക്കൊള്ളൂ അല്ലേ? അതിന് നമ്മൾ ലേഡിക്ക് വേണ്ടി പുതിയൊരു സെറ്റിങ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്, ബ്ലർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ അതിന് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ബിറ്റ് മാപ്പിൻ്റെ അകത്ത് വീണ്ടും വരിക. ഇവിടെ നമുക്ക് ആൽഫ ചാനലാണ് കിടക്കുന്നത് അല്ലേ? ഈ ചാനൽ മാറ്റി റെഡ് ചാനലിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഈ ഒരു മോഡലിൽ തന്നെയാണ് കിടക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട. അടുത്തൊരു ഫോൾട്ട് വരാൻ പോകുന്നത് ഇവിടെയാണ്. ഈ ഔട്ട് വന്ന് ഈ ഗ്രീനിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ബ്ലറായിട്ട് വേറെ കിട്ടില്ല. അപ്പോൾ അവിടുന്ന് മസ്റ്റായിട്ടും പൈപ്പ് ലൈൻ ഈ ഒരു ബ്ലൂ കളറിൽ കണക്ട് ആവണം കേട്ടോ. അത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരുന്നുണ്ടോ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇനി ഇപ്പോഴും ബ്ലറായിട്ട് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ നേരെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് നോട് 2 കേട്ടോ. ആദ്യത്തെ അല്ല, നമ്മളിവിടെ ഈ മഞ്ഞ കണക്ടറിൽ കണക്ട് ചെയ്തേക്കുന്നത്, അതായത് ഇവിടെ സോളിഡ് കളർ മാറ്റി ഗ്രേഡിയൻ്റ് ആക്കിയിരിക്കുന്ന ഈ ഒരു നോഡ് കേട്ടോ. കറക്റ്റായിട്ട് ഫോളോ ചെയ്യണേ. അതിന് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിൽക്കി താഴേക്ക് ഇങ്ങനെ വലിച്ചു നോക്കുക. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ ലെൻസ് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യുക. കുറച്ചുകൂടെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടി വെക്കാം. കണ്ടോ ഇപ്പോൾ നമ്മൾ ഒരുപാട് ബ്ലർ കൂട്ടുന്ന സമയത്ത് ഈ ലേഡിയുടെ ഈ ഒരു ഔട്ടർ ഷെയ്ഡ് കണ്ടോ പുറത്തേക്ക് വരുന്നത് മാറ്റണമെങ്കിൽ ഇവിടെ ഹൈലൈറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ ക്രോമ ഷിഫ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഇത്തിരി കുറയ്ക്കാം. കണ്ടോ മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറി പോകുക, ആ ഒരു കളറ് പുറത്തേക്ക് തള്ളി നിൽക്കില്ല. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ബ്ലറിൻ്റെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഔട്ട് കിട്ടിയില്ലേ? ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. അടുത്തെന്ന് പറഞ്ഞാൽ ഇവരും തരുന്ന ഒരു നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ ഒരു ഡെപ്ത് മാപ്പ്, അതായത് ബാക്കോട്ടുള്ള ഡെപ്ത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്ത് മാപ്പ് ഇത്ര ഏരിയ നമ്മൾ ചെയ്തില്ലേ, ഇത് ഡെപ്ത് മാപ്പാണ് കേട്ടോ. ഇവന്മാർ മൊത്തത്തിൽ വെച്ചാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഇവർ തന്നെ തരുന്ന ഡെപ്ത് മാപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അടുത്ത മെത്തേഡാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ഓപ്ഷനൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആദ്യത്തെ ഈ 2 ഓപ്ഷൻ, അതായത് മീഡിയ ചെയ്യുക, അതിനുശേഷം റീസൈസ് ചെയ്യുക, ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല. ബാക്കി ഈ മുകളിൽ കിടക്കുന്ന ഇത്രയും ഏരിയ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ ലെൻസ് ബ്ലർ അത് ഇവിടെ തന്നെ കിടന്നോട്ടെ, അത് നിനക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പോൾ നേരെ ഇത്രയും ചെയ്തു. ഈ ഗ്രാഫിൽ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. അവിടേക്ക് ഡെപ്ത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ത്ത് ബ്ലർ കിട്ടും, ഡെപ്ത്ത് മാപ്പ് കിട്ടും. കണ്ടോ? ഡെപ്ത്ത് മാപ്പ്. ആ ഡെപ്ത്ത് മാപ്പിനെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റീസൈസ് എന്നൊരു കണക്ഷൻ വലിച്ച് ഇതിൻ്റെ മഞ്ഞ കണക്ടറിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് ഫുൾ ഫ്ലോ ചാർട്ട് ചെയ്ത ശേഷം നമുക്ക് വർക്കിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ബിറ്റ് മാപ്പ് കൂടെ ആഡ് ചെയ്യുക. ബിറ്റ് മാപ്പ് നേരത്തെ ചെയ്ത പോലെ തന്നെ ബിറ്റ് മാപ്പ് ആഡ് ചെയ്യുക. ഈ ഒരു ഇവിടുന്ന് ഡെപ്ത്ത് നിന്ന് ഈ ഒരു മഞ്ഞയിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അവിടുന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഇവിടെ നമ്മുടെ ഈ ഒരു മാസ്കിങ്ങിൻ്റെ നീല കണക്ടറിലേക്ക് കണക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് വെച്ച ശേഷം നമ്മുടെ ഡെപ്ത്ത് മാപ്പിനൊന്ന് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഡെപ്ത്ത് മാപ്പിന് നമുക്ക് ഇവിടേക്ക് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേരത്തെ കണ്ട ഒരു കളറിൽ കിട്ടും. ഇവിടെ നമുക്ക് ബ്ലാക്ക് ആയിട്ടാണ് ലേഡീനെ കിട്ടേണ്ടത് അല്ലേ. ബാക്ക്ഗ്രൗണ്ട് വെള്ള കളറിലാണ് കിട്ടേണ്ടത്. മാത്രമല്ല നേരത്തെ പോലെ ആക്യുറേറ്റ് അല്ല, ഇവിടെ കുറച്ചുകൂടി ഒരു മങ്ങിയ കളറിലാണ് ഇവിടെയൊക്കെ തന്നെ അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിവിടെ ഒന്നെങ്കിൽ ഇവിടെ ഇൻവേർട്ട് കൊടുക്കാം. ഇൻസ്പെക്ടറിൽ ഒന്ന് ഇൻവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവർ തിരിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ബ്ലാക്കിനൊന്നും കൂടെ കട്ടി കൊടുക്കണം അല്ലേ. നമ്മളിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് മാപ്പ് ലെവലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ലിമിറ്റ് ഇല്ലേ, ഇവിടെ നിയർ ലിമിറ്റ് എന്നുള്ള ഈ സംഭവം കുറച്ച് ബാക്കോട്ടേക്ക് കൊണ്ടുവന്ന് എത്രത്തോളം വെള്ളയും കറുപ്പും എടുത്ത് മാറുന്നുണ്ട് നോക്കിയിട്ട് അവിടേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഐസൊലേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ പക്കയായിട്ട് കിട്ടും കേട്ടോ. ഐസൊലേഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ടാർഗറ്റ് ഡെപ്ത്ത് ഫുൾ ഇടുക, നിങ്ങൾ ഇട്ട് നോക്കുക കേട്ടോ എവിടെയാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നല്ലൊരു ബെറ്റർ ഔട്ടാണല്ലോ ഇവിടെ കിട്ടുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ ബിറ്റ് മാപ്പിൽ വന്നിട്ട് ബിറ്റ് മാപ്പിൻ്റെ ആൽഫ ചാനൽ മാറ്റി റെഡ് ചാനൽ കൊടുക്കണം. കഴിഞ്ഞു കണ്ടോ. പക്ഷേ ഇവിടെ കണ്ടോ ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഔട്ടിൽ വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ഡെപ്ത്ത് മാപ്പിൽ വന്നിട്ട് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനി ലെൻസിൻ്റെ അകത്ത് വന്നിട്ട് അതേപോലെ നമുക്ക് എത്രത്തോളം ബ്ലർ വേണമെന്നുള്ളത് നേരത്തെ പോലെ അവിടെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കിവിടെ ഇത്തി ബ്ലർ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ, നല്ല ഒരൗട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം, ഇല്ലെങ്കിൽ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് വെച്ച് ഇവിടെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കട്ടിംഗ് ഒക്കെ പോയിട്ട് നല്ല വൃത്തിയുള്ളൊരു ഔട്ട് കിട്ടും കേട്ടോ. എന്നാലും ആദ്യത്തെ ഞാൻ ചെയ്ത മെത്തേഡാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുകയാണ്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇനി അവസാനത്തതും കുറച്ച് ടഫ് ഉള്ളതും എന്നാൽ അത്രത്തോളം പെർഫെക്റ്റ് അല്ലാത്തതും ഒരു മെത്തേഡാണ്. എങ്കിലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. 1 by 1 ആയിട്ട് ഫ്രെയിമിന് മാസ്ക് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തില്ല. നമുക്ക് ഓട്ടോ ട്രാക്കിങ് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ അത് എന്താ പറയുക, അത് വലിയ കാര്യമില്ല. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കാൻ വേണ്ടി ഒന്ന് പറയുകയാണെന്ന് കണ്ടു വെച്ചോ. നേരെ നമ്മൾ ഈ ഇതിൽ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡ് കൂടെ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്തിട്ട് അതിന്ന് ഈ ഒരു മീഡിയ ഇന്നിൻ്റെ അവിടേക്ക് ഒരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഇപ്പോൾ പച്ച കണക്ടറിലാണ് ബാക്ക്ഗ്രൗണ്ട് കണക്ട് ആയതെങ്കിൽ അതുപോലെ ഫോർഗ്രൗണ്ട് നമ്മുടെ വീഡിയോ മഞ്ഞയിലാണ് കണക്ട് ആയതെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്വാപ്പ് ഇൻപുട്ട് കൊടുക്കുക. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആഡ് ചെയ്ത് മഞ്ഞ കണക്ടറിൽ തന്നെ കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് ഔട്ട് പിന്നെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഒരു മാസ്ക്, അതായത് പോളിഗൺ എന്ന് പറഞ്ഞ മാസ്ക് ആഡ് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു മാസ്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. ഇതേപോലെ ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഒബ്ജക്റ്റ് ആണെന്ന് അറിയാം, എങ്ങനെയൊന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ഒരു ചതുരം വരച്ചാൽ മതി എന്നാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയി പോയിൻറ്റ് ബൈ പോയിൻറ്റ് നമ്മളിങ്ങനെ കട്ടാവാതെ മാസ്ക് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഭയങ്കര റിസ്ക് പിടിച്ചിട്ട് പോയി. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു മാസ്ക് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഒന്നെങ്കിൽ ട്രാക്കർ ആഡ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് പോവാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു മീഡിയ ഇന്നും തന്നെ ഒരു ഔട്ട് വലിച്ചിട്ട് ഈ മെർജിൻ്റെ ഇപ്പുറത്തോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഒരു പുതിയ മെർജ് ഇവിടെ അപ്പിയർ ആവും. ഇതിൽ നമ്മൾ ആ ഒരു മെർജ് ഒരു പോളിഗൺ വരച്ചില്ലേ ഒരു മാസ്ക്, ആ ഒരു കണക്ടർ വന്ന് കണക്ട് ആണ്ട് പച്ചയിലും നേരെ വന്ന് കണക്ട് ആണ്ട് മഞ്ഞയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും സ്വാപ്പ് ഇൻപുട്ട് കൊടുക്കും. അപ്പോൾ ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കട്ടിങ് കിട്ടും. ജസ്റ്റ് ഒരു ചതുരമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പലകയോ അങ്ങനെ എന്തെങ്കിലും മാസ്ക് ചെയ്യാനാണെങ്കിൽ ഇത്രയും തന്നെ മതിയില്ല, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഇങ്ങനെ ചതുരം വരച്ചാൽ മതി. അങ്ങനെയുള്ള സമയത്തൊക്കെ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുക. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മളിനി മെയിൻ ഇവിടെ നിന്നൊരു ബ്ലറിനോട് അല്ലെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് വീണ്ടും ലെൻസ് ബ്ലർ നമ്മൾ സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാം. ലെൻസ് ബ്ലർ ഇവിടെ കണക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കറുപ്പ് കളറാണ് കിട്ടുന്നതെങ്കിൽ നേരെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ആൽഫ നോഡ് വന്നിട്ട് ബാക്കോട്ടേക്ക് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ലെൻസ് ബ്ലറിൽ വരിക, നമുക്ക് ആവശ്യമുള്ള ബ്ലർ കൊടുക്കുക.
കണ്ടോ? അതുപോലെ ഈ ഒരു പോളിഗണിൽ വന്നിട്ട് ഇവിടെ സോഫ്റ്റ് എഡ്ജ് ഒന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ബോർഡർ വിടുത്ത പോലെ വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ക്ലിപ്പാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ പിന്നെ മാസ്ക് ഓരോ ഫ്രെയിമിൽ നമ്മൾ മാറ്റി കൊടുക്കേണ്ട ഏരിയ ഉണ്ടെങ്കിൽ അവിടേക്ക് ഇങ്ങനെ മാസ്ക് ആഡ് ചെയ്ത് കൊടുത്താൽ അവിടെ ഓട്ടോമാറ്റിക് ഈ ഫ്രെയിമും അപ്ലൈ ആവും കേട്ടോ. ഇത് ഞാൻ അത്ര ഫാസ്റ്റായിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. ഒത്തിരി ടഫല്ലേ നമുക്ക് സംഭവം, അത്ര ക്വാളിറ്റി ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെ പോയാൽ മതി. ഇത് കാണിക്കുക എന്തെങ്കിലും വാട്ടർ മാർക്ക് ഇടാൻ വേണ്ടി ഇവിടെ നിന്ന് ബ്ലർ ചെയ്യണമെങ്കിലൊക്കെ. അപ്പോൾ നമുക്ക് ഇതേപോലെ ജസ്റ്റ് പോളിഗണിൽ ഇവിടെ ഇപ്പോൾ ഒരു ഇതാണ് നമുക്കൊരു വാട്ടർ മാർക്കാണ് ആഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ബ്ലർ ചെയ്യേണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇത് തന്നെ പെർഫെക്റ്റ് ആയിരിക്കും. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചതുരം വരച്ച് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഇൻവേർട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല, ബ്ലർ അഡ്ജസ്റ്റ് ആവുന്നത് കണ്ടോ? അതിൽ പോളിഗണിൽ ഇൻവേർട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. അതൊക്കെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.